ശിവൻ അഞ്ജലിയോട് ആ സന്തോഷവാർത്ത പറയുകയാണ്. താൻ കടയിൽ വെച്ച് അഞ്ജലിയെ കരയിപ്പിച്ചതിനും വേദനിപ്പിച്ചതിനും ശിവൻ ആത്മാർത്ഥമായി തന്നെ ക്ഷമ ചോദിക്കുന്നു. അഞ്ജലി കരഞ്ഞപ്പോൾ ശിവന്റെ ഉള്ളു പിടയുന്നത് കാണാമായിരുന്നു. അങ്ങനെ അഞ്ജലിയോട് ശിവൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചുകൊണ്ട് ഇനിയും അങ്ങനെ തൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വേദനിപ്പിക്കൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഉണ്ടാവില്ലെന്നും അത് എൻ്റെ സ്വഭാവമാണെന്നും പറയുകയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതുകൊണ്ടാണ് അത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി ഞാൻ അങ്ങനെ വഴക്കു പറഞ്ഞു എന്ന് പറയുകയാണ്. സന്തോഷകരമായ ഒരു ജീവിതം ഞാൻ സ്വപ്നം കാണുന്നു. അങ്ങനെ എന്തായാലും ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടിയവരാണ്. ഇനിയും നമുക്ക് ഈ വെറുപ്പും വിദ്വേഷവും എല്ലാം മറന്നുകൊണ്ട് ഒന്നിക്കാൻ പാടില്ലേ എന്നും എന്നെ സ്നേഹിച്ചുകൂടെ എന്നും പറയുകയാണ്. നിന്നോടുള്ള വെറുപ്പോ വിദ്വേഷമോ എനിക്ക് ഇല്ലെന്നും നിന്റെ അമ്മയോടുള്ള വെറുപ്പും വിദ്വേഷവുമാണ് സത്യം പറഞ്ഞാൽ നിന്നോട് കാണിക്കുന്നതെന്നും പറയുകയാണ്. ഒരുപക്ഷെ എൻ്റെ ഉള്ളിലെ സ്നേഹവും സ്വാതന്ത്ര്യവും കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് അങ്ങനെ ശകാരിച്ചതെന്ന് പറയുകയാണ് അഞ്ജലിയോട് ശിവൻ. ശിവന്റെ മനസ്സിലെ സ്നേഹവും പ്രണയവും എല്ലാം അഞ്ജലിയോട് ശിവൻ തുറന്നു കാണിക്കുകയാണ്. അങ്ങനെ അഞ്ജലിയോടുള്ള സ്നേഹം ശിവൻ തുറന്നു കാണിക്കുന്നതോടുകൂടി തന്നോട് എത്രമാത്രം സ്നേഹവും അടുപ്പവും ശിവൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് അഞ്ജലിക്ക് മനസ്സിലാവുകയാണ്. നിന്നെ ഞാനിപ്പോൾ എൻ്റെ ഭാര്യയായി കാണുന്നു. ആ ഒരു സന്തോഷ വാർത്തയും ശിവൻ തുറന്നു പറയുകയാണ് അഞ്ജലിയോട്. അതുപോലെ തന്നെ നിന്നെ ഞാനിപ്പോൾ എൻ്റെ ഭാര്യയായി കണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ നീ പലപ്പോഴും എന്നെ അവഗണിക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ മനസ്സിൽ വേദന ഉണ്ടാകുന്നതും എന്നോട് ഒരു അപരിചിതനെ പോലെ പെരുമാറുമ്പോഴാണ് ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്നതെന്നും പറയുകയാണ്. എന്നെ ദേഷ്യവും വെറുപ്പും എല്ലാം മറന്ന് സ്നേഹിച്ചുകൂടെ എന്നും അതോ എനിക്ക് പഠിപ്പും വിവരവും ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്നുള്ള കരയിക്കുന്ന വാക്കുകൾ ശിവൻ പറയുന്നതോടുകൂടി അഞ്ജലിയുടെ മനസ്സും അലിയുകയാണ്. സന്തോഷകരമായൊരു ജീവിതം.